ഹായ്, ഇന്നൊരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. നമ്മൾ മഷ്റൂം ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ മഷ്റൂം ഇതൊരു ഫൺഗൈ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു മഷ്റൂം കിറ്റാണ്. ഇതിൽ തന്നെ എല്ലാതും ഉണ്ട്. ഓൾറെഡി ഞാനിത് പൊട്ടിച്ചിട്ടോ. ഇതിൽ തന്നെ എല്ലാം കൂടെയാണ് വരുന്നത്. ഇതിൻ്റെ അകത്ത് കുറേ സംഭവങ്ങളുണ്ട്. അവർ സ്പ്രേ തരുന്നുണ്ട്. പിന്നെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻസും അതുപോലെ മഷ്റൂം വെച്ചിട്ടുള്ള റെസിപ്പി ഉണ്ടാക്കാനുള്ള സംഭവങ്ങൾ, അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേ ഒരു ജേണലൊക്കെ ഉണ്ട്, ഇത് ഡേ ബൈ ഡേ എഴുതാനൊക്കെ ആയിട്ട് അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാണ് ഐറ്റം. കുറേ നാളായി മഷ്റൂം ഉണ്ടാക്കണം എന്ന് വിചാരിക്കണം. അപ്പം ഇതാണ് ഐറ്റം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട്, ഇത് കട്ട് ചെയ്ത് മാറ്റണം. എന്നിട്ട് ഇതിൽ അവർ സ്പ്രേ തന്നിട്ടുണ്ടല്ലോ, അത് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് വെക്കണം. അപ്പം ഇതിങ്ങനെ ബാക്കിയുള്ള ഗ്രോത്ത് ഒക്കെ നമുക്കിങ്ങനെ കാണാം ഇങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത് കേട്ടോ. ഇത് സെറ്റ് ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എല്ലാം അവർ റെഡിമെയ്ഡ് കിറ്റാക്കി വെച്ചിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഈസിയാണ്. എനിക്ക് മഷ്റൂം ഇങ്ങനെ കൃഷി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നേ. അപ്പം അതിൻ്റെ പ്രോസസ്സ് ഇച്ചിരി പാടാണല്ലോ, അങ്ങനെ അതുകൊണ്ട് പിന്നെ അത് ഉപേക്ഷിച്ചതാണ് കേട്ടോ, അങ്ങനെ ചെയ്യാതിരുന്നതാണ്. അപ്പം ഇതിങ്ങനെ യൂട്യൂബ് വീഡിയോസിൽ ഇങ്ങനെ ഇതിൻ്റെ ആഡ് കണ്ടപ്പോഴാണ് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് വിചാരിച്ചത്. അങ്ങനെ എന്നൊക്കെ കൂടുതൽ ഏട്ടനാണ് കേട്ടോ ഇത് കണ്ടുപിടിച്ചത്. അപ്പോൾ നമുക്ക് ഇത് ചെയ്ത് നോക്കാം എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഒരെണ്ണം വാങ്ങിച്ചതാണ്. ഇതിൻ്റെ പ്രോസസ്സൊക്കെ ഭയങ്കര ഈസിയാണ്. ഇതേ അവർ തന്നെ ഇൻഡു ഒക്കെ ഇട്ടിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് കട്ട് ചെയ്യേണ്ട ഭാഗം എവിടെയാണെന്നൊക്കെ അവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. നമ്മൾ അതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. അപ്പം അത് ഇങ്ങനെ ഈ പീസ് വെളിയിൽ കാണണമല്ലോ, നമുക്ക് ലൈറ്റ് ചെറുതായിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാനും ലൈറ്റ് കിട്ടണമല്ലോ, പുറത്തേക്ക് വരണ്ടേ മഷ്റൂം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കൂടിയാണ് മഷ്റൂം പുറത്തേക്ക് വരിക. അപ്പം നമ്മൾ ഈ ഒരു സൈഡ് അവർ മാർക്ക് ചെയ്ത് തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെച്ചേക്കട്ടെ. ഭയങ്കര ആഴത്തിലൊന്നും ചെയ്യണ്ട, ആ കവറൊന്ന് കട്ടായാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെ കട്ട് ചെയ്തിട്ട് അത് നമുക്ക് സ്പ്രേ അടിക്കാൻ വേണ്ടിയിട്ടാണേ. അപ്പോൾ സ്പ്രേ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു, അവരെല്ലാം തരുന്നുണ്ട്. സ്പ്രേയുടെ ബോട്ടിലൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ പിന്നെ അത് തന്നെ എടുത്തോളൂ. അതിൽ പറയുന്നത് 7 times സ്പ്രേ ചെയ്താൽ മതി എന്നാണ് കേട്ടോ. ഞാൻ പിന്നെ എല്ലാ ഭാഗത്തേക്കും ആദ്യമായിട്ട് അടിക്കുന്നല്ലേന്ന് വെച്ചിട്ട് ഫുൾ അങ്ങ് സ്പ്രേ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില വീഡിയോസിലൊക്കെ ഞാനിത് കണ്ടു, ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കുന്നത്, വെള്ളത്തിൽ ഫുള്ള് സോക്ക് ചെയ്ത് വെക്കുന്നത്. അതൊന്നും ഇവരത്തിൽ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് സ്പ്രേ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് അധികം സൺലൈറ്റ് ഡയറക്റ്റ് അടിക്കാത്ത സ്ഥലത്ത് എവിടെയെങ്കിലും എടുത്ത് വെക്കാം. എന്നിട്ട് ഇത് ഡേ ബൈ ഡേ ഇതിൻ്റെ ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. ഇത് 6 ദിവസം ആയതാണ് കേട്ടോ. 5ാമത്തെ ദിവസം വരെ ഈ ഒരു ഗ്രോത്ത് തന്നെയായിരുന്നു. പിന്നെ അങ്ങോട്ട് ഗ്രോത്ത് അല്ല, പിന്നെ ഇവിടെ ഇങ്ങനെ കളർ ചേഞ്ച് കണ്ടോ, യെല്ലോയിഷ് കളർ കണ്ടോ, അത് വന്നു തുടങ്ങി. അപ്പോൾ പിന്നെ ഇനി നമുക്കിത് വെച്ചിരിക്കേണ്ടത്, നമുക്ക് ഹാർവെസ്റ്റ് ചെയ്യാൻ സമയമായി. ഇത് 10 ദിവസം വരെയൊക്കെ ഇരിക്കും. അധികം സമ്മറൊക്കെ ആണെങ്കിൽ, ചൂടുള്ള ഒക്കെ ഏരിയയൊക്കെ ആണെങ്കിൽ ഒരു 10 ദിവസം വരെയൊക്കെ ഇത് ഇരിക്കും. ഇതിപ്പോൾ ഒരു മഴയുടെ ടൈമാണ് ഇവിടെ ചെന്നൈയിൽ. ഈ സമയത്ത് ഇച്ചിരി മഴയുണ്ട്, അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് ആയതാവും. കുറച്ച് ചൂടുള്ള ഏരിയയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 ദിവസം കൂടി എടുക്കുമായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്കിത് എടുക്കാം. അപ്പോൾ ഇതിൽ തന്നെ അവരെ റെസിപ്പീസ് കൊടുക്കുന്നുണ്ട്. സൂപ്പ് അങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ടേ. സൂപ്പ്, ചില്ലി, അതിൻ്റെയൊക്കെ റെസിപ്പി ഉണ്ട്. നമ്മളിതിപ്പോൾ തോരൻ വെക്കാൻ പോവാം. ഇവിടെ മഷ്റൂം തോരൻ എല്ലാവർക്കും ഇഷ്ടം. അപ്പോൾ ഇത് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇതിലിനി ഇപ്പുറത്തും ഇത് 4 സൈഡ് ഉണ്ടല്ലോ, 4 സൈഡും ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. അത് ഞാൻ പക്ഷേ വീഡിയോസിലൊന്നും കണ്ടിട്ടില്ല 4 സൈഡ് അങ്ങനെ ചെയ്തിട്ട്. അപ്പം ഞാൻ എന്തായാലും ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഷോർട്സൊക്കെ ആയിട്ട് ഇടാം കേട്ടോ. അപ്പം മഷ്റൂം ഇഷ്ടപ്പെടുന്നവർക്ക് ട്രൈ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഐഡിയ ആണ് കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.